ഹായ് ഹലോ. ഇപ്പോൾ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പത്രമാറ്റില് പ്രധാനമായിട്ടും നമ്മുടെ ജലജയ്ക്കും അബിക്കും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ജലജയും അബിയും പാഠം പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് നമ്മൾ കനകയും നവ്യയും. അങ്ങനെ കനകയും നവ്യയും കൂടി ഒറ്റക്കെട്ടായിട്ട് ജലജയും അബിക്കും തിരിച്ചടികൾ കൊടുക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട കഥകളാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മുത്തശ്ശന്റെ ആ ഒരു തീരുമാനം കേട്ടപ്പോൾ ജലജയ്ക്കും ഭയങ്കര ഒരു ഷോക്കായിപ്പോയി. ഇനി ഇവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കണമല്ലോ എന്ന്. പക്ഷേ കനകയുടെ ആ ഒരു സ്വഭാവ മാറ്റത്തിൽ നിന്ന് ജലജയ്ക്ക് മനസ്സിലായപ്പോൾ ജലജ പറയുന്നുണ്ട്, എന്തായാലും യഥാർത്ഥത്തിൽ ഞാൻ നിന്നെ കൊന്നിരിക്കും, കാരണം നീ ഇത്രയും പണികൾ എനിക്ക് വേണ്ടിയിട്ട് തരുന്നില്ലേ, ഞാൻ എന്തായാലും ഇതിനുള്ള തിരിച്ചടി ഞാൻ തന്നിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ജലജ പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ നവ്യയ്ക്കും നയനയ്ക്കും മനസ്സിലായി ജലജ അമ്മ ഒന്നും ചെയ്തിട്ടില്ല എന്നും അമ്മയുടെ ഒരു ഡ്രാമയാണ് ഇതൊക്കെ എന്ന്. അങ്ങനെ അതിനെപ്പറ്റി നയന കനകയോട് ചോദിക്കുന്നുണ്ട്, അമ്മ ജലജ അടിക്ക് എന്തെങ്കിലും ചെയ്തു, അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് അമ്മ ഈ ഒരു കഥ കെട്ടിച്ചമച്ചതാണോ, അതോ എന്തെങ്കിലും അമ്മ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടാണോ അമ്മ നിലവിളിച്ചത് എന്ന് നയന ചോദിക്കുമ്പോഴാണ് കനക പറഞ്ഞത് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ നവ്യയുടെയും അബിയുടെയും പിന്നെ നിന്റെയും ആദർശിന്റെ ഒക്കെ ജീവിതങ്ങൾ തുലയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്, അതിന്റെ ഇടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ജലജയാണ്. അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ തിരിച്ചു കൊടുത്തിരിക്കും, ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ഞാൻ ജലജ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ എന്നൊരു വാശിയാണ് കനകയ്ക്ക്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് കനക ജലജയ്ക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവസരങ്ങൾ കിട്ടുമ്പോൾ അതെല്ലാം മുതലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കനക ശ്രമിക്കുകയാണ്. ഈ ഒരു സമയത്ത് അബിയോട് ജലജ ഈ കാര്യങ്ങളൊക്കെ താഴെ നടന്ന സംഭവങ്ങളൊക്കെ പോയി പറയുകയും എന്നിട്ട് കനക ഇവിടെ ഉള്ളിടത്തോളം കാലം നമുക്ക് സ്വസ്ഥത കിട്ടത്തില്ല, അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കനക ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് കനക വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്, എന്ത് ശ്രമിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഇനി തിരിച്ച് പറയാനും പോകുന്നില്ല, കാരണം മുത്തശ്ശൻ പറഞ്ഞതുപോലെ ഇനി എന്താണോ എന്നോട് കാണിക്കുന്നത് അതുപോലെ ഞാൻ തിരിച്ച് കാണിച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. എന്തായാലും ജലജയ്ക്കും അബിക്കും ഒരു 8ന്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അവരുടെ കളികളൊന്നും കനകയുടെ അടുത്ത് എടുക്കാൻ പറ്റത്തില്ല എന്ന് തീർച്ചയായി. ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് നവ്യ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നവ്യ ശ്രമിക്കുന്നത്. അങ്ങനെ നവ്യ അവിടെ ഒരു ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജലജയും അബിയും താഴെ ഇറങ്ങി വരുന്നത് കാണുന്നത്. അപ്പോൾ കാലിന്മേൽ കാലിട്ടായിരുന്നു നവ്യ ഇരുന്നത്. അപ്പോൾ നവ്യ ഇരിക്കുന്ന സമയത്ത് ഇവർ വന്നിട്ട് പോലും എണീക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ മര്യാദ ഇല്ലാതെ ഇരിക്കുന്നു എന്ന് ജലജ പറഞ്ഞിട്ട് നവ്യയോട് വഴക്കുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ നവ്യയും അബിയും ജലജയും തമ്മിൽ ചെറിയൊരു തർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവസാനം നവ്യ പറയുവാണ്, എനിക്ക് ഒരു ലെമൺ ജ്യൂസ് വേണം, നീ പെട്ടെന്ന് പോയി ലെമൺ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് അബിയോട് പറയുന്നുണ്ട്. പക്ഷെ തനിക്കിത് സാധിക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന അബിയുടെ മുന്നിലോട്ട് നമ്മളെ മുത്തശ്ശൻ തന്നെ പ്രത്യക്ഷപ്പെടുവാണ്. മുത്തശ്ശൻ നവ്യയും അബിയും പറയുന്നതെല്ലാം കേട്ടു. അപ്പോൾ നിന്റെ ഭാര്യയാണ് ഗർഭിണിയായിട്ടിരിക്കുന്നത്, എന്നിട്ട് അവൾക്കൊരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കാൻ പോലും നിനക്ക് പറ്റത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ഒരുപാട് വഴക്ക് പറഞ്ഞു. അവസാനം നമ്മുടെ ജലജയും അബിയും കൂടി നവ്യയ്ക്ക് വേണ്ടിയിട്ട് ഒരു ജ്യൂസൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അവൾക്ക് ജ്യൂസ് ലെമൺ ജ്യൂസല്ലേ വേണമെന്ന് പറഞ്ഞത്, അതിൽ കുറച്ച് ഉപ്പ് കൂടിയിരിക്കട്ടെ, എന്നിട്ട് അവൾ അവസാനം കുടിക്കാതെ ഇട്ട് കളഞ്ഞിട്ട് പോട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അതിൽ കുറേ ഉപ്പൊക്കെ വാരി കലക്കി കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ജ്യൂസ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കനകയും നവ്യയും നയനെ എങ്ങനെയെങ്കിലും അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളും അവർ മെനയുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് നവ്യയോട് കനക പുറത്തിരുന്ന് സംസാരിക്കുവാണ്, നീ ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്, അത് മാത്രമല്ല ഇപ്പോൾ നയന ഒരുപാട് നിന്നെ സ്നേഹിച്ചിരുന്നു, പക്ഷേ ആ ഒരു സമയത്ത് നയന പറഞ്ഞ കാര്യങ്ങൾ പോലും നീ തെറ്റായിട്ടാണ് ചിന്തിച്ചത്, എന്നിട്ട് നയനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. പക്ഷെ എൻ്റെ മോള് ഒരു കാലത്തും തെറ്റോ കാര്യങ്ങളൊന്നും ചെയ്യരുത്, സത്യസന്ധമായിട്ട് മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യാവൂ, സത്യം മാത്രമേ പറയാവൂ, കള്ളം പറയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഞാൻ നയനെ ഒരുപാട് മനസ്സിലാക്കി, കാരണം എനിക്കൊരു ആപത്ത് വന്ന സമയത്ത് നയനെ മാത്രമേ എൻ്റെ കൂടെ കട്ടയ്ക്ക് കൂടെ നിന്നുള്ളൂ, അതുകൊണ്ട് ഇനി ഒരിക്കലും നയനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കാര്യങ്ങളും ഉണ്ടാകത്തില്ല എന്ന് നവ്യ ഉറപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ അബി ജ്യൂസും കൊണ്ടുവരുന്നത്. അപ്പോൾ അബി ജ്യൂസ് കൊടുത്ത് നവ്യ അത് കുടിച്ചപ്പോൾ ഉപ്പാണെന്ന് മനസ്സിലായി. കനക അത് വാങ്ങിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് നീ മനഃപൂർവ്വം എനിക്ക് ജ്യൂസ് കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നീ എനിക്ക് ഇങ്ങനെ തന്നതാണ്, അതുകൊണ്ട് മര്യാദയ്ക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുപോകുക, അത് മധുരമായിട്ട് ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടി പറയുകയാണ്. പക്ഷെ ആദ്യം അബി അത് പറ്റത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് വിസമ്മതിച്ച് നിന്നുവെങ്കിലും മുത്തശ്ശനോട് പറയാം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ അബി നേരെ അടുക്കളയിൽ പോയി നവ്യയ്ക്ക് വേണ്ടിയിട്ട് ജ്യൂസ് എടുക്കാൻ വേണ്ടി പോയി. പക്ഷെ ആ ഒരു സമയത്ത്
അവിടെ ജലജയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ജലജയോട് പറഞ്ഞപ്പോൾ എനിക്ക് ജ്യൂസ് ഒന്നും എടുത്ത് തരാനായിട്ട് പറ്റത്തില്ല, നീ ഇനി വേണമെങ്കിൽ സ്വന്തമായിട്ട് എടുത്ത് ഉണ്ടാക്കി അവൾക്ക് കൊണ്ട് കൊടുത്താൽ മതി, അല്ലാതെ എന്നെ കൊണ്ട് ഇനി പറ്റത്തില്ല, എന്തായാലും ഇതിനെല്ലാം നീയാണ് ഉത്തരവാദി, അതുകൊണ്ട് നീ തന്നെ എല്ലാം കിട്ടുന്നതെല്ലാം വാങ്ങിച്ചു കൂട്ടി അനുഭവിക്കുക എന്നൊക്കെ പറഞ്ഞ് ജലജ പോകുന്നുണ്ട്. അവസാനം നവ്യയ്ക്ക് ജ്യൂസും കൊടുക്കണം, പക്ഷെ തനിക്കിനി എങ്ങനെ ചെയ്യാൻ പറ്റും? അങ്ങനെ അവസാനം പാടുപെട്ട് നമ്മൾ നവ്യയ്ക്ക് വേണ്ടിയിട്ട് അഭി തന്നെ ജ്യൂസ് സ്വന്തമായിട്ട് ഉണ്ടാക്കുവാണ്. പക്ഷേ കനകയ്ക്ക് ഒരുപാട് സന്തോഷം എന്ന് പറയുമ്പോൾ നവ്യയുടെ ഈ ഒരു മാറ്റമാണ്. ഒരുപാട് നയനെ ദ്രോഹിച്ചുവെങ്കിൽ പോലും ഇപ്പോൾ നവ്യയുടെ ഉള്ളിൽ ആ ഒരു മാറ്റം കണ്ടിട്ട് കനക ഒരുപാട് സന്തോഷത്തിലാണ്. അങ്ങനെ ഈ ഒരു സന്തോഷം ഗോവിന്ദനെ വിളിച്ച് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദന് ഒരുപാട് സന്തോഷമായി. ഇപ്പോൾ നവ്യയുടെ ഈ ഒരു മാറ്റത്തിൽ സന്തോഷമുണ്ട്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ സ്വഭാവ മാറ്റമൊക്കെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അനിയെക്കുറിച്ചും അവിടെ നന്ദുവിനോട് പറയുവാണ്. മോള് സന്തോഷത്തോടെ മുന്നോട്ട് പോകണം, ഇനി മറ്റ് അനാവശ്യ ചിന്തകളൊന്നും മനസ്സിൽ പാടില്ല എന്നൊക്കെ കനക പറഞ്ഞു കൊടുക്കുവാണ്. അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് കനക കോള് വെച്ചുവെങ്കിൽ പോലും ഗോവിന്ദൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോള് രാത്രിയിൽ അനിയെ വിളിച്ച് സംസാരിക്കുകയൊന്നും ചെയ്യരുത്, അനി നല്ല പയ്യനാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല, പക്ഷേ ആ ഒരു ബന്ധം നമുക്ക് വേണ്ട, എനിക്കും നല്ല ഒരു കുടുംബത്തോടെ എനിക്കും നല്ലൊരു പെൺകുട്ടിയെ കിട്ടി കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും അമ്മയൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നത്. പക്ഷെ നയന ഈ ഒരു സത്യം ഇതുവരെ അറിഞ്ഞിട്ടില്ല, നയന അറിഞ്ഞാൽ പോലും ഈ ഒരു ബന്ധത്തിൽ നയന കൂട്ടു നിൽക്കത്തില്ല എന്നവിടെ കനക നമ്മുടെ ഗോവിന്ദൻ പറയുവാണ്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ജലജയും അഭിയെയും ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കനകയും നവ്യ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ടാറ്റാ ബൈ.